നിസ്കാരം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണമാണെന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ പറയാണ്, ഇന്ന അഹദുക്കും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നിസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫഇന്നഹു യുനാജി റബ്ബഹ്, ഈ ലോകത്തിന്റെ അധിപനായ നമുക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെക്കാൾ ക്ലിയറായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാവിധ ദുഃഖവും മാറ്റിത്തരാൻ കഴിവുള്ള, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാമായ റബ്ബ്, അവനോടുള്ള രഹസ്യ സംഭാഷണമാണ് അത്ര നിസ്കാരമെന്ന അല്ലാഹു റസൂൽ പറഞ്ഞു. ഔ ഇന്ന റബ്ബഹു ബൈനഹു വ ബൈനൽ ഖിബ്ല, നിനക്കും നിന്റെ ഖിബ്ലക്കും ഇടയിൽ റബ്ബ് ദാ വന്നു നിൽക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ നിസ്കാരത്തിൽ റബ്ബിനോടുള്ള സംസാരമാണ്, വെറുതെ പറഞ്ഞതല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫാത്തിഹ സൂറത്ത് ഓതുന്ന രംഗം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഫാത്തിഹ ഓതി തുടങ്ങുമ്പോൾ നമ്മൾ പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മറുപടി പറയുമെന്നാണ്, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ഇതാ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാനിർ റഹീം നമ്മൾ അടുത്തായത്ത് ഓതാണ്. അപ്പൊ അല്ലാഹു പറയുന്നതാണ്, ഖാലല്ലാഹു തആല അസ്ന അലയ്യ അബ്ദി, അല്ലാഹു എന്റെ അടിമ എന്നെ ഇതാ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി എന്ന് പറയുമെന്നാണ്. അങ്ങനെ ഓരോ ആയത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വ ബൈന അബ്ദി വ ലിഅബ്ദി മാ സഅല, ഇതാ എനിക്കും എന്റെ അടിമക്കും ഇടയിൽ ഒരു കരാർ രൂപപ്പെടുന്നു. ഇനി എന്നോട് എന്റെ അടിമ എന്ത് ചോദിക്കുന്നുവോ അത് അവനുണ്ട് എന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞാൻ നിന്നെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, എന്റെ ഇബാദത്തുകൾ മുഴുവനും നിനക്കേ ഞാൻ നൽകുകയുള്ളൂ, ഒരു ജാറത്തിൽ ഞാനത് കൊണ്ടുപോയി വെക്കൂല, ഒരിടങ്ങളിലേക്ക് ഞാൻ തിരിയില്ല. റഹ്മാനായ റബ്ബേ, എന്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് എപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുവോ അവിടെ മുതൽ റബ്ബ് നമ്മൾ കരാർ നടക്കുമെന്നാണ്. വലിയ അബ്ദി മാ സഅല, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാനാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, മരണം വരെയും നീ ഇഷ്ടപ്പെട്ട റൂട്ടിലൂടെ എന്റെ ജീവിതത്തെ നീ കൊണ്ടുപോകണേ റബ്ബേ. എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ് നമ്മൾ തന്നെ പറയണം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞ മുൻഗാമികളായ നമ്മുടെ പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കളൊക്കെ ജീവിച്ച് തീർത്ത ആ സ്വർഗീയ വഴിയുണ്ടല്ലോ റബ്ബേ, ആ സ്വർഗീയ വഴിയിൽ നീ എന്നെ അണിനിരത്തണേ എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത് എത്ര തവണയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എല്ലാ ദിവസവും 5 നേരത്തിലും എല്ലാ റക്അത്തിലും നമ്മൾ ചോദിക്കുകയാണ്. ളുഹറിന് വന്നാൽ ഒരു തവണയാണോ നമ്മൾ ചോദിച്ചത്? അല്ല, 4 തവണയാണ് ചോദിച്ചത്. അസറിന് വന്നാൽ ഒരു തവണയാണ് ചോദിച്ചത്? അല്ല, 4 തവണയാണ് ചോദിച്ചത്. മഗ്രിബിന് വന്നപ്പോൾ 3 തവണ നമ്മൾ ചോദിച്ചു. സുബഹിക്ക് വന്നപ്പോൾ നിർബന്ധമായി 2 തവണ നമ്മൾ ചോദിച്ചു. ഓരോ റക്അത്തിലും ഒരു തവണ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫർളിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, സുന്നത്തിൽ വേറെയും ഉണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഫാത്തിഹ ഒഴിവാക്കിയ ഒരു മനുഷ്യർക്ക് നിസ്കാരമുണ്ടോ? ഒരിക്കലുമില്ല. ഫാത്തിഹ മാത്രമാണോ? അല്ല. അവിടുന്ന് അങ്ങോട്ട് നിസ്കാരത്തിലെ ഓരോ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴും മനമുരുകിയ പ്രാർത്ഥനകളല്ലേ നമ്മൾ നിർവഹിക്കുന്നത്. റുക്കൂയിലേക്ക് പോകുമ്പോൾ റഹ്മാനായ റബ്ബിനെ നമ്മൾ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ഏറ്റവും ചുരുങ്ങിയ നേരം കൊണ്ട് നാം നിർവഹിക്കുന്ന 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ പടച്ച റബ്ബിനോട് നാം സമർപ്പിച്ച നമ്മുടെ ആവശ്യങ്ങളുടെ ഏടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 മഹത്തായ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ. നമ്മുടെ സ്വർഗ്ഗ വഴിയിലെ ഏക തടസ്സമായ പാപമോചനം, അത് നമ്മൾ ചോദിക്കുന്നത്. പാപങ്ങൾ അത് കിട്ടാനുള്ള, പിന്നെ പാപങ്ങൾ ഇല്ലാതായിരിക്കണം, പാപമോചനം ചോദിക്കുന്നുണ്ട്, റഹ്മത്ത് ചോദിക്കുന്നുണ്ട്, ആഫിയത്ത് ചോദിക്കുന്നുണ്ട്, ഹിദായത്ത് ചോദിക്കുന്നുണ്ട്. എന്റെ ന്യൂനതകളൊക്കെ നീ പരിഹരിച്ചു തരണേ റബ്ബേ എന്ന് വജ്ബുർനി എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ലോകത്തിനും ആവശ്യമായ നന്മകളുടെ കൂമ്പാരം 30 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മൾ ചോദിച്ചു തീർത്തു റബ്ബിനോട്. വീണ്ടും റബ്ബ് അവസരം നൽകി, അഖ്റബുമാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഇതൊന്നും തീരുന്നില്ല എന്നാ. ഇനി നീ സുജൂദിലേക്ക് വാ, സുജൂദിലാണ് ഒരു അടിമ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നാ. ഫഅക്സിറൂ ഫീഹി ദുആ, നിങ്ങൾ ആ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരുന്നോ എന്നാ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു പറഞ്ഞു. വീണ്ടും അവസരമുണ്ട്. എപ്പോഴാ? സലാം വീട്ടിന് തൊട്ട് മുൻപ്. പിന്നെ പ്രാർത്ഥനകൾക്ക് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന. അതിന് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന സമയമാണ് എന്ന. കാരണം സലാം വീട്ടുന്നതോടുകൂടെ ആ രഹസ്യ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ പ്രാർത്ഥിച്ചാൽ കേൾക്കൂല എന്നല്ല, പക്ഷെ ഇത്രയേറെ സ്വാധീനം അതാ നിസ്കാരത്തിലേക്ക് കൈ കെട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. അതാണ് ബാക്കിയുള്ളതിൽ നിന്നെല്ലാം നിസ്കാരത്തെ വ്യതിരക്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പൊ എന്നോടുള്ള രഹസ്യ സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ് ഓരോ വഖത്തിലും എന്റെ അടിമ എന്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആരാധനക്ക് വേണ്ടി നാം ഒരുങ്ങുന്ന ഓരോ ഒരുക്കത്തിനും വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്.
വലിയ പ്രതിഫലമാണ് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ആ വരുന്ന വരവിന് ഒതു കൊടുത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നിസ്കാരത്തിലേക്ക് റബ്ബിനെങ്ങനെ പ്രതീക്ഷിച്ച് അവനോട് സംസാരിക്കാൻ വേണ്ടി, അവന്റെ മുമ്പിൽ ആഗ്രഹങ്ങൾ വെക്കാൻ വേണ്ടി, അവന്റെ മുമ്പിൽ സങ്കടങ്ങൾ വെക്കാൻ വേണ്ടി തയ്യാറായി സമയവും കാത്തു വരുന്ന ഒരു മനുഷ്യൻ ഓരോ വലതുകാല് വെക്കുമ്പോഴും ഒരു നന്മ രേഖപ്പെടുത്തുന്നു, ഒരു പദവി ഉയരുന്നു. ബുഹറിനുള്ള പദവിയല്ല അസറാകുമ്പോഴേക്ക് ആ മനുഷ്യർക്ക് കിട്ടുന്നത്, അല്ലെ? ഇടതുകാല് വെക്കുമ്പോൾ അവന്റെ ഓരോ തിന്മകളും കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. വുളു എടുക്കുന്ന സമയത്തും അവന്റെ കൈകളെ കൊണ്ട് ചെയ്തതും, കണ്ണുകളെ കൊണ്ട് കണ്ടതും, ചെവി കൊണ്ട് കേട്ടതും, നാവ് കൊണ്ട് പറഞ്ഞതും തുടങ്ങി അറിയാതെ സംഭവിച്ചു പോയ മുഴുവൻ തിന്മകൾക്കുമുള്ളൊരു പരിഹാരം വരുത്തിയിട്ടാണ് ആ മനുഷ്യനെ പടിവാതിലിങ്ങോട്ട് കയറുന്നത്. പള്ളിയിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് തന്നെ അവന്റെ എല്ലാ പാപങ്ങളും ഏകദേശം കഴിഞ്ഞിക്കണോ, എന്നിട്ട് വന്നിട്ട് വീണ്ടും നിർബന്ധമായിക്കൊണ്ട് പിന്നെയും ചോദിക്കണം, പടച്ചോനെ കഴുകി കളയണേ എന്നുള്ളത്. സഹോദരങ്ങളെ, 1 അല്ല 2 അല്ല 5 തവണയാണ് നടക്കുന്നത് ഒരു ദിവസം. 5 തവണയാണ്. പിന്നെ നിസ്കരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താ? അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് എന്തിനാണോ അത് ഞാൻ നിർവഹിക്കുന്നു എന്നൊരു ഫീലിംഗ് കിട്ടും, ഒരു അനുഭവം ഉണ്ടാവും. എന്താ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ 5 വഖത്ത് നിസ്കാരവും കൃത്യമായി സമയബന്ധിതമായി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തിന് തന്നെ നിർവഹിക്കുന്നതിന്റെ മനസ്സിൽ അൽഹംദുലില്ലാഹ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നുണ്ടല്ലോ, എന്നോട് എന്റെ റബ്ബ് പറഞ്ഞ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ നിർവഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കുമെന്നാണ്. മറ്റൊന്നെന്താണെന്നറിയോ സുഹൃത്തുക്കളെ? തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയുമെന്നാണ്. ഒരു മനുഷ്യനിക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? തിന്മകളിൽ നിന്ന് മാറിക്കാന്നുള്ളതാണ്. കുറെ സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ, മറ്റു പല കാര്യങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയണം. എന്താണെന്നറിയോ? ഇന്ന് 10 രൂപയോ സ്വതക്ക കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലും അൽഹംദുലില്ലാഹ് രാത്രി ഇങ്ങനെ കടക്കാൻ നോക്കുന്ന സമയത്ത് രാവിലെ എണീറ്റത് മുതലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്ത് നമ്മൾ ഒന്നിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയത്തക്ക രൂപത്തിൽ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഒരു ഹറാമും ഇന്ന് ഞാൻ കണ്ടിട്ടില്ല, ഒരു ഹറാമും ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ല, ഒരു തെറ്റും റബ്ബിന് വിരുദ്ധമായതോ ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടില്ല എന്ന് എപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നുവോ സുഹൃത്തെ, അന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖവും സന്തോഷവും വേറെയാണ്. ആ ഒരു മാനസിക നിലവാരത്തിലേക്ക് ശരിക്കും നമ്മളെ കൊണ്ടാക്കുന്ന ഘടകമാണേത്? നിസ്കാരം. ധാര പറഞ്ഞത്? റബ്ബ് പറയണ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം ഒരു മനുഷ്യനെ വഖിമിസ്വലാ, നിങ്ങൾ നിസ്കാരം ക്ലിയർ ആയി കൂടെ നിർവഹിച്ചാൽ ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തെറ്റിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മ്ലേച്ഛമായ ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയാത്ത അത്രയും ഒരു സുരക്ഷിതാവസ്ഥ നമുക്ക് അതിലൂടെ ലഭിക്കുമെന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നിസ്കാരത്തെ ക്ലിയറായി കൊണ്ട് നടക്കുന്ന മനുഷ്യനിക്ക് ജീവിതത്തിൽ തന്നെ വലിയ കാവലായിരിക്കും. ജീവിതത്തിൽ തന്നെ വലിയ കാവലായിരിക്കും. സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എന്താ അല്ലാഹു റസൂൽ പറഞ്ഞു? ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. അതൊരു വർത്താനാണ് സുഹൃത്തുക്കളെ. അവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണെന്നാണ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. നമ്മളുണ്ടാക്കിയ സംരക്ഷണമല്ല. നമ്മളുണ്ടാക്കിയ സംരക്ഷണത്തെ കുറിച്ച് കുറച്ചൊക്കെ നമുക്ക് പറയാം. സീറ്റ് ബെൽറ്റ് ഇട്ടു, എയർ ബാഗ് ഉണ്ടോ, അതൊക്കെ നമുക്ക് പറയാണ്ടാവും. ഏറ്റവും നല്ല സെക്യൂരിറ്റിയുള്ള വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനും പരിധികളില്ലേ? പക്ഷെ റഹ്മാനായ റബ്ബ് ഇട്ട് തരുന്ന സെക്യൂരിറ്റിക്ക് പരിധിയില്ല സുഹൃത്തുക്കളെ. എന്തെല്ലാം അപകടങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ആ അപകടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പേടിയാകുന്നില്ലേ പലതും നമ്മൾ കാണുമ്പോൾ? എങ്കിൽ സുഹൃത്തുക്കളെ, നിസ്കാരം ഒരു മനുഷ്യനിക്ക് നൽകുന്ന സെക്യൂരിറ്റി അതൊന്ന് വേറെയാണ് എന്ന വീണ്ടും റഹ്മാനായ റബ്ബ് പറഞ്ഞു, പ്രയാസങ്ങളിൽ നമുക്ക് ആശ്വാസവും സഹായകവുമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു പ്രയാസമുണ്ടോ? നിസ്കാരത്തിൽ അതിനൊരു പരിഹാരമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പറയാനുണ്ടാവുക എന്താണെന്നറിയോ? ഈ കൂടിയിരിക്കുന്ന നമുക്കൊക്കെ ജുമാക്കൊക്കെ നേരത്തെ എത്തിയ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും വിശ്വാസികൾക്കും പറയാനുണ്ടാവുക നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ്. നിസ്കാരത്തെ ഒഴിവാക്കി ആരും ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ സുഹൃത്തുക്കളെ, ഈ പറയപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ആവാഹിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് നാം നിർവഹിക്കുന്നത് എന്നൊരു ചോദ്യം നാം നമ്മളോട് ചോദിക്കണ്ടേ? ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ നിസ്കാരം? നിസ്കാരം നമുക്ക് ആസ്വദിക്കാൻ കഴിയുണ്ടോ? പള്ളിയിലേക്ക് വന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്റെ ആഗ്രഹങ്ങൾ ഒരാളോട് പറഞ്ഞു, എന്റെ പ്രയാസങ്ങൾ ഒരാൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. നാം ആഗ്രഹങ്ങൾ പങ്കുവെച്ചതും നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞതുമൊക്കെ റഹ്മാനായ റബ്ബിനോടാണ്, പരിധികളില്ലാതെ നമ്മളെ സഹായിക്കുന്ന ആളോടാണ്. എനിക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഉറച്ചൊരു ശുഭപ്രതീക്ഷയോടുകൂടെ പോകാൻ പറ്റുന്ന എല്ലാവിധ സാഹചര്യവും സന്ദർഭവും നമുക്ക് റബ്ബ് തന്നിട്ടും അത് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കും. പലപ്പോഴും ഇല്ല എന്നതായിരിക്കും ഉത്തരം. ഒരു പ്രത്യേക സമയം നമ്മൾ അതിന് കണ്ടിട്ടും പ്രത്യേകം അതിനുവേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഒരു ഭവനത്തിലേക്ക് വന്നിട്ടും
പുറത്തതൊന്നും പരിഗണിക്കാതെ നിർവഹിക്കാത്തവനെ പോലെയുള്ള ഒരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ എത്ര വലിയ നഷ്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരക്കാരെ കുറിച്ച് പണ്ഡിതന്മാരെ പറഞ്ഞ 5 തരം നിസ്കാരക്കാരുണ്ട് എന്നാണ്. 5 തരം നിസ്കാരക്കാർ. ഒന്ന്, ഒരു പരിഗണനയും നൽകാത്ത ആളുകളുണ്ട്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ വലിയ പരിഗണന ഒന്നുമില്ല. വരുന്നുണ്ട്, പൈപ്പിനാണി പോയിട്ട് ഇങ്ങനെ കഴുകുന്നുണ്ട്, പക്ഷെ അതൊരു വുദു ഒന്നല്ല. നനയെടുത്ത് നനയില്ല, ഒന്നും ചെയ്യണില്ല. അങ്ങനെ വരുന്നു, എന്താ പറയണത്, എന്താ ചൊല്ലണത്, എന്താണ് ഞാൻ ചെയ്യണത്, ഇപ്പൊ എത്ര റക്അത്തിലെത്തി എന്ന് പോലും ഒരു ലെവലും ഇല്ലാതെ അങ്ങനെ ഒരു കടമ നിർവഹിക്കുന്ന ഒരു സാഹചര്യം. അവരെ കുറിച്ചല്ലേ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് റബ്ബ് പറഞ്ഞത്? നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്, ആ വിഭാഗത്തിലാണ് അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടുക. രണ്ടാമത്തെ ടീം ഏതാണെന്നറിയോ? എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് മാത്രം അവിടെ ഇല്ലാന്ന്. കൈകൾ കെട്ടുന്നതോടുകൂടെ ഇതുവരെ ഓർമ്മയാകാത്ത പല കണക്കുകൾ ഓർമ്മയാകുന്നു, ഇതുവരെ മറന്നുപോയ പല സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എല്ലാം നമുക്കൊരു ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ഉപകാരവും നൽകാത്തത് പലപ്പോഴും നമുക്ക് ഓർമ്മയാകുന്ന സാഹചര്യം. ആ ഓർമ്മകളുടെ താളത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോയി നിസ്കാരം പോലും, പിന്നെ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ മാത്രം നിസ്കാരത്തിലേക്ക് വീണ്ടും ഓർമ്മ വരുന്ന രണ്ടാമത്തെ ഒരു ടീമുണ്ട്. മൂന്നാമത്തെ ടീം എന്താണെന്നറിയോ? നിയമങ്ങളെല്ലാം പരമാവധി ശ്രദ്ധിക്കും, എല്ലാം പക്കയായിക്കൊണ്ട് ചെയ്യും. ശ്രദ്ധ പോകാതിരിക്കാൻ പരമാവധി അവൻ പരിശ്രമിക്കും, പക്ഷെ ഇടക്കൊക്കെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവനക്ക് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുണ്ട് നമുക്ക് ആഗ്രഹിക്കാം, റബ്ബ് തെരുമാറാകട്ടെ. നാലാമത്തെ ഒരു ടീം എന്താണെന്നറിയോ? നാലാമത്തെ ഒരു വിഭാഗം എന്താ വെച്ചാൽ, നിസ്കാരം എന്നതിന്റെ പ്രാധാന്യം എല്ലാം ആവാഹിച്ച് ഓരോ സമയഘട്ടങ്ങളിലും അതെല്ലാം കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നവർ. വുദൂയിലേക്ക് പോകും, ഞാൻ വുദൂ എടുക്കുകയാണെന്ന പരിപൂർണമായ ബോധത്തോടുകൂടെ വുദൂ എടുക്കുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തോടുകൂടെ അതിനുശേഷമുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് അങ്ങനെ കൃത്യമായി നിർവഹിച്ച് നിസ്കാരം തുടങ്ങുന്ന ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധ എവിടേക്കും പോകാൻ നിർവഹിക്കുന്ന മഹാഭാഗ്യവന്മാരുണ്ട്. അഞ്ചാമത്തെ ഒരു ടീമുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് ഏത് ടീമാണ് ഒരു പക്ഷേ ചിന്തിച്ചേ? നാലാമത്തെ ടീം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ ക്ലിയറായി ശ്രദ്ധിക്കുന്ന ആളാണ്. അഞ്ചാമത്തെ ടീം വണ്ടിമാരെ ഏതാരെന്നറിയോ? ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. നിസ്കാരത്തിൽ മാത്രമല്ല, അവന്റെ ജീവിതത്തിലുടനീളം എന്നെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധത്തോടുകൂടെ ഒരു മുഹ്സിനായിക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് ബോധപൂർവ്വം വിട്ടുനിന്ന് നന്മകൾ പരമാവധി ചെയ്ത് മുഖറബായ റബ്ബിലേക്ക് സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവൻ, ഒരു വാക്ക് പറയുന്നിടത്ത് പോലും ഹറാമിന്റെ ഒരു ചൊയ പോലും ഇല്ലാതെ, ഒരു നോട്ടം കൊണ്ട് പോലും ഒരാൾ ഉപദ്രവിക്കാതെ ആ നിലക്ക് പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ നിസ്കാരം എത്ര ശ്രദ്ധ ഉണ്ടാവും? 24 മണിക്കൂർ ശ്രദ്ധിക്കുന്ന ഒരാളുടെ നിസ്കാരം സ്വാഭാവികമായിട്ട് എത്ര ശ്രദ്ധ ഉണ്ടാവും? അങ്ങനെ നിസ്കാരത്തെ കൊണ്ടുനടക്കുന്ന അഞ്ചാമത്തെ ഒരു ടീമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഏതിലാണ് ഉള്ളത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം എന്താണ് എങ്കിൽ ആ നിസ്കാരം ഭക്തിപൂർണ്ണമായി കൊണ്ട് നിർവഹിക്കാൻ, ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അതിനല്പം ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ വേഗം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നിസ്കാരം എന്നുള്ളത് നമ്മുടെ ആവശ്യമായിട്ട് മാറണം. നമ്മുടെ ആവശ്യമായിട്ട് മാറുന്നത്. നമ്മുടെ ആവശ്യമായിട്ട് മാറുമ്പോൾ എന്താവും? നമ്മളിങ്ങനെ കാത്തിരിക്കും, അല്ലേ? അസുറന്നായെങ്കിൽ അവിടെ പോയിട്ട് വരായിരുന്നു. ആ ഒരു അനുഭവത്തോടു കൂടെ നിർവഹിക്കാൻ കഴിയണമെന്നാണ്. വേറെ ആരുടെയും പബ്ലിസിറ്റിക്കല്ല. നല്ല ലാഭം വീണ കടയാണ്, അദ്ദേഹം കണ്ടില്ല, നിങ്ങൾ കണ്ടില്ലേ, ആ നിസ്കാരത്തെ സമയമായി കഴിഞ്ഞാൽ പോണോക്ക മൂപ്പരെ കണ്ടു പഠിക്കും എന്ന് നമ്മളെ കുറിച്ച് 4 ആള് പറയാൻ വേണ്ടിയിട്ടാകരുത്. അവർ പറയട്ടെ പറയാതിരിക്കട്ടെ, നാം നിർവഹിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ആവശ്യമായിക്കൊണ്ട് നിസ്കാരത്തെ കാണാൻ കഴിയണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, നിസ്കരിക്കുന്ന സമയം നിസ്കാരത്തിന് കൊടുക്കണമെന്നാണ്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് കൊടുക്കണം. മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഖുംത ഇല സ്വലാത്തി ഫഖും ഖാനിതൻ കമാ അമറകല്ലാഹ്. നീ നിസ്കാരത്തിലേക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നീ അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ നീ പരമാവധി ശ്രദ്ധിച്ചോടെ നിൽക്കണം. വഇയ്യാക വസഹവ, മറന്നു പോകുന്നതിനെ നീ സൂക്ഷിക്കണം. അള്ളാഹു നിന്നിലേക്ക് നോക്കിക്കണോ, ഈ മറ്റു പലതിലേക്ക് നോക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര മോശമാണെന്നാണ്. നിസ്കരിക്കാണ്ട് നിൽക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം. റബ്ബ് നമ്മളെ എന്താ പറയാൻ പോകുന്നത് വെച്ച് കാത്തിക്കുമ്പോൾ നമ്മൾ മറ്റു പലത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം നോക്കി റബ്ബിനെ അവഗണിക്കലാണ് എന്നാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ എത്ര സമയമാണ് നമ്മൾ കൊടുക്കുന്നത്, അത് പരമാവധി ആ നിസ്കാരത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പരമാവധി പരിശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നബി പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും നിസ്കാരം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചേലിലും കോലത്തിലാണ്. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അള്ളാന്റെ റസൂൽ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഞാൻ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെയാണ്. നബി നിസ്കരിച്ച നിസ്കാരത്തിന് 8 രൂപയുള്ളൂ. ഓരോരുത്തരുടെ നിസ്കാരം നോക്കിക്കഴിഞ്ഞാലോ 10-15 രൂപയാണ്. അത് എവിടെ നിന്നുണ്ടായി? അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് കൈ പൊക്കണമെന്ന് മാത്രമല്ല നബി പഠിപ്പിച്ചത്, എങ്ങനെ പൊക്കണമെന്ന് പറഞ്ഞു. റുക്കൂ നിർവഹിക്കണമെന്നല്ല, സുജൂദ് നിർവഹിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ നിർവഹിക്കണമെന്ന് പറഞ്ഞു.
സഹോദരാ, ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു വീട്ടിലേക്ക് ഒരു ചെറിയൊരു വസ്തു നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു 10,000 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ എത്ര സമയമെടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കേണ്ട നിസ്കാരം ഒന്ന് കൃത്യമായി കൊണ്ട് നിർവഹിക്കാൻ എത്ര നമ്മൾ ശ്രദ്ധിച്ചു. റുക്കിനുകളുണ്ട് നിസ്കാരത്തിൽ, ആ റുക്കിനിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ നിസ്കാരം തന്നെ അസാധുവായി എന്നാണ്. 14ഓളം റുക്കിനുകളെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചോ. സഹോദരങ്ങളെ, സുജൂദിൽ കിടക്കുമ്പോ 7 അവയവങ്ങൾ തട്ടണമെന്ന് പറഞ്ഞു. ചില ആളുകൾ മൂക്ക് തട്ടൂല, ചില ആളുകൾ പിന്നെ കാലിന്റെ വിരലിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നിസ്കാരത്തെ ബാധിക്കണ്ടേ? നമ്മൾ എന്തെങ്കിലും അറിഞ്ഞ് ഓട്ടക്കൊട്ടയിലാണോ നമ്മൾ വെള്ളം കോരി നടക്കുന്നത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. അതുകൊണ്ട് ഒന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? നിസ്കരിക്കാൻ വരുമ്പോ ഈ സമയം റബ്ബിന് കൊടുക്കണമെന്ന് പറയുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, എന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്ന ഒരാളാണ് ആണ്ട് മുമ്പ് ഞാൻ പോണത്. അതുകൊണ്ട് ഞാൻ എത്രത്തോളം റബ്ബിനെ പരിഗണിക്കുന്നുവോ അത്രത്തോളം റബ്ബ് എന്നെ പരിഗണിക്കും എന്നൊരു ബോധം, നമ്മുടെ നിസ്സഹായാവസ്ഥ, റബ്ബിനെ ഞാൻ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നുവോ അതിനനുസരിച്ചായിരിക്കും ജീവിതത്തിന്റെ എന്റെ ഓരോ കടമ്പകളും എനിക്ക് താണ്ടിക്കടക്കാൻ കഴിയുക എന്നൊരു ബോധത്തോടുകൂടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വന്ന് കൈകെട്ടി നിസ്കരിക്കുന്ന ആളുകളാണ്. അതാണ് പരിഹാരം. സുഹൃത്തുക്കളെ, അഞ്ചാമത്തെ എന്താണെന്ന് അറിയോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ന്യൂനത വരുമെന്നൊരു കൃത്യമായ ബോധത്തോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്താ, ഓരോ കൈകൾ കെട്ടിയാൽ നമുക്ക് ബോധം ഉണ്ടാകണം. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചാലേ ഈ സാധനയ്ക്ക് ശരിക്കും നിർവഹിക്കാൻ കഴിയുള്ളൂ. എന്റെ ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകുമെന്നൊരു ബോധത്തോടു കൂടെ നിർവഹിക്കാൻ കഴിയണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇരു ലോകത്തിലും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരെ കുറിച്ച് റഹ്മാനായ റബ്ബ് സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ആ വിജയം കിട്ടാനുള്ള മാനദണ്ഡമായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് ഒന്നാമതായിക്കൊണ്ട് എണ്ണിയതാണ് ഞാൻ ആമുഖമായിക്കൊണ്ട് ഓതി വെച്ചായത്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. എല്ലാവർക്കും മനപ്പാടുള്ള ആയത്തിൽ എന്താ അത്? അവർ നിസ്കരിക്കുന്നവരാണെന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ് എന്നാണ്. സഹോദരങ്ങളെ, ഭയഭക്തിയുള്ള നിസ്കാരം നിർവഹിക്കുന്നിടത്തെ പരലോകത്തൊരു സുരക്ഷയും സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന് ശ്രദ്ധിക്കാൻ നടക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാതെ ശ്രദ്ധിക്കാതെ അതവിടെ നടന്നോളെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? നമ്മളെ കുട്ടിന്റെ കല്യാണം നടക്കുന്നല്ലോ, നടത്തലല്ലേ? വീട്ടിന്റെ മുമ്പിൽ പന്തലിന് കെട്ടലല്ലോ, കെട്ടിക്കിട്ടലല്ലോ, നമ്മളങ്ങോട്ട് കെട്ടലല്ലേ? ഓരോ കാര്യം അങ്ങനെയല്ലേ? പള്ളി അങ്ങോട്ട് കേറലല്ലോ, കേട്ടലല്ലേ? ഓരോന്നിന്റെ പിന്നിൽ അധ്വാനല്ലേ സുഹൃത്തുക്കളെ? എങ്കിൽ വിജയത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡമായ നിസ്കാരത്തിലെ ഭയഭക്തി ആർജിച്ചെടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ സഹോദര, ചിന്തിക്കാനുണ്ടേറെ, ശ്രദ്ധിക്കാനുണ്ടേറെ. ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് പരിശീലിച്ചെടുത്തേ പറ്റൂ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്? ഒന്നാമതായി കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനായ മുനജ്ജിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 33ഓളം വഴികൾ പറയുന്നു. എല്ലാം പറയാൻ സമയമില്ല, അതിൽ അല്പം ചില കാര്യങ്ങൾ പറയാം. ഒന്നെന്തെന്നറിയോ? മുന്നൊരുക്കം തയ്യാറാക്കുന്നത്, അതിനുവേണ്ടി ഒന്ന് കാര്യമായി കൊണ്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇഖാമത്തിന്റെ അവസാനത്തെ ആ ഒരു സമയം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിനെ കുറിച്ചില്ല, അത് കിട്ടിയെന്നാണ്. ആ മസലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവസാനത്തെ റക്അത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് കിട്ടിയെന്ന മസലൊക്കെ എനിക്കറിയുണ്ടാവും. അതിനെക്കുറിച്ചായിരിക്കും പ്ലാനിങ്. അല്ല, നമ്മളെപ്പോൾ പ്രിപ്പയർ ചെയ്യണമെന്നറിയോ? ഖുശൂഓടുകൂടെ നിസ്കരിക്കണം എന്നൊരു മനുഷ്യൻ ആദ്യം ശ്രദ്ധിക്കട്ടെ. പണ്ഡിതന്മാർ പറയാണ്, ബാങ്കിനുള്ള മറുപടി കൊടുക്കണം. ബാങ്കിനുള്ള മറുപടി കൊടുക്കണം. ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കണം. ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് പറയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ വരണം ആഗ്രഹമുണ്ട്, പക്ഷെ അതെല്ലാം കഴിവി തരണം. അവിടെ നമ്മൾ കരാർ ഒപ്പിട്ടു. പടച്ചോനെ വരാനുള്ള പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് കഴിവ് നൽകണമെന്നാണ്. വരുന്ന വരവിൽ ചെറുതൊന്ന് കാലുളുക്കിയാൽ കഴിഞ്ഞു, പ്രതിബന്ധങ്ങളായി, പ്രതിസന്ധികളായി. അത് മാറ്റാൻ, ആ ക്രൈസിസ് മാറ്റി അവിടെ എത്തിത്തരാനുള്ള തൗഫീഖ് റബ്ബേ നിനക്കേ ഉള്ളൂ എന്നാണ്. അവിടെ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ പറഞ്ഞു. മനസ്സാന്നിധ്യത്തോടുകൂടെ ഒതുകൊടുക്കണം എന്നാണ്. വെറുതെ പൈപ്പിന്റെ ചോട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴുകിയാൽ അതൊക്കെ നിസ്കാരത്തെ ബാധിക്കുന്നതാണ്. ഇങ്ങനെ പോകുന്നൊരു പണി അത്രയും പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യം നിർവഹിക്കാൻ എന്ന പരിപൂർണമായ ബോധത്തോടു കൂടെ നന്നായി ഒതുകൊടുക്കുക എന്നാണ്. ഒതുകൊടുത്തു നല്ല സുഹൃത്തുക്കളെ ഹദീസിലൊക്കെ കാണാൻ കഴിയുക. ഫഅഹ്സനൽ വുദൂ ആണ്, വുദൂനെ നന്നാക്കി. ആ നീയത്ത് മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. പിന്നെ വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുക, തഹിയ്യത്ത് നിസ്കരിക്കുക, റവാത്തിബ് നിസ്കരിക്കുക. ഇതൊക്കെ ആകുമ്പോൾ എന്തായി? ഒരു 50% നമ്മൾ നിസ്കാരത്തിലേക്കാണ് കയറി. റവാത്തിബ് കൂടി നിസ്കരിക്കുമ്പോൾ നമ്മളൊന്നുണ്ട് ട്രയലൊക്കെ പരിശീലിച്ചു, ഒരു ചെറിയൊരു പരിശീലനം നടന്നു. എന്നിട്ടാണ് പിന്നെ നമ്മൾ ന്യൂനതകളില്ലാത്ത ഒരു ഫർദ് നിസ്കാരത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് എന്ന്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമുക്കൊരു പേടിയും ബേജാറും വരണം.
പക്ഷേ ഞാൻ ജമാഅത്തിന് എത്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യം എന്നല്ല, അവിടെ മുതൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരുക്കം ഉള്ളൊരാൾക്ക് അത് ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കാൻ കഴിയുമെന്നാണ്. രണ്ടാമത്തെ കാര്യം, റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നിർവഹിക്കുക എന്നതാണ്. റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നിർവഹിക്കാൻ കഴിയണം. അവൻ എനിക്കിപ്പോൾ മറുപടി നൽകുന്നുണ്ട് എന്നൊരു ഉദ്ദേശത്തോടുകൂടെ അതിന് നിർവഹിക്കണമെന്നാണ്. നാലാമത്തെ കാര്യം എന്താ അറിയോ, ചൊല്ലി പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അത് വെറുതെ ഉണ്ടാവില്ല, അത് നമ്മൾ കേൾക്കണം, അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ചെറിയ ചെറിയ ഒരു കുറച്ച് സമയം ദിനം പ്രതി നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ വളരെ ക്ലിയർ ആയിക്കൂടെ പഠിക്കാൻ നമുക്ക് പറ്റും. അല്ലാഹു ബഅദ ബൈനി വബൈന ഖത്വായ കമാ ബഅദ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന ഒറ്റ വരി എന്താ പറഞ്ഞത്? പടച്ചോനെ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയില്ലേ, അതുപോലെ എന്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെയും എന്നെയും നീ അകറ്റണേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും എന്റെ പാപമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥക്കാക്കി തരണേ. അത് പഠിച്ചോനിക്കല്ലേ ആ ഒരു ബോധത്തിൽ ചൊല്ലാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന വാചകത്തിൽ ഞാൻ ഓതി വെച്ചത് എന്താണ് എന്നതിന്റെ അർത്ഥം പഠിക്കാൻ മനസ്സ് കാണിച്ചവനക്കല്ലേ ബോധത്തോടുകൂടെ നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന്റെ ആഴവും പരപ്പും ബോധ്യപ്പെട്ടവനക്കല്ലേ അതൊന്ന് മനസ്സ് തട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിലേക്ക് കയറി ഇറങ്ങുന്നത് വരെയുള്ള പ്രാർത്ഥനകൾ അൽഹംദുലില്ലാ പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്നും യാന്ത്രികമായി കൂടി ചെയ്യാതിരിക്കുക എന്നാണ്. സുജൂദിലേക്ക് നോക്കണം എന്ന് പറഞ്ഞു. സുജൂദിലേക്ക് നോക്കണം. അവിടെ കൊടുക്കുന്നു പോയി നമ്മുടെ ശ്രദ്ധ മാറും. സുജൂദിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്ത് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മുടെ ഭാഗത്തുള്ള എഫേർട്ടാണ്, നമ്മുടെ ഭാഗത്തുള്ള ഒരു പരിശീലനമാണ്. ഇതൊക്കെ ശരിക്കും അങ്ങോട്ട് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റബ്ബന്നെ വിചാരിക്കണം, അള്ളാന്റെ തൗഫീഖ് തന്നെ കിട്ടണം. അത് നമ്മൾ എന്ത് വേണം? അള്ളാന്റെ തൗഫീഖ് നമ്മൾ ചോദിക്കണം, വെറുതെട്ടൂല, നമ്മൾ ചോദിക്കണം. അതേതാ ചോദിക്കാനുള്ള പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്താ അറിയോ, ഈ പ്രാർത്ഥന അത്രയേറെ എല്ലാ വിഷയത്തിലേക്കും കണക്റ്റഡ് ആയി നിൽക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ എന്നെ സഹായിച്ചേ പറ്റൂ, അല്ലാഹുമ്മ അഇന്നി നീ എന്നെ സഹായിച്ചേ പറ്റൂ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ, വശുക്രിക നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക ഞാൻ നിനക്ക് വേണ്ടി നിർവഹിക്കേണ്ട നിസ്കാരാകട്ടെ ഏത് കാര്യമാകട്ടെ അതൊന്ന് മനോഹരമായി നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ, സ്വീകാര്യോഗ്യമായ രൂപത്തിൽ നിർവഹിക്കാനും ഇരു ലോകത്തിലും അതിന്റെ നന്മകൾ ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിർവഹിക്കാൻ അല്ലാഹുവേ ഈ സാധു ഒരുക്കമാണ്, പക്ഷെ നിന്റെ സഹായമാണെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കണം മനസ്സ് തട്ടിയിട്ട്. അങ്ങനെ കണ്ണടക്കുന്നതിന് മുൻപ് റഹ്മാനായ റബ്ബ് നമുക്ക് സംവിധാനിച്ചു തന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇരു ലോകത്ത് നമുക്ക് പറ്റണം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവുക, റബ്ബിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുവാൻ, അതുവഴി ഇരു ലോകത്തിലും സമാധാനവും സന്തോഷവും വിജയവും കണ്ടെത്താൻ, നാളെ പരലോകത്തിൽ സ്വർഗം കണ്ടെത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.